ഭാരം കുറച്ച് നല്ല ഫിറ്റാകാൻ ആഗ്രഹിക്കാത്തവർ ആരുമുണ്ടാകില്ല. എന്നാൽ ഇതിന് എത്ര കാലമെടുക്കും എന്നത് പലരെ സംബന്ധിച്ചിടത്തോളം ഒരു ഉത്തരമില്ലാ ചോദ്യമാണ്. ഒരാളുടെ ഭാരം കുറയുന്നതിന് പിന്നിൽ വ്യക്തിഗതമായ പല ഘടകങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. ഭക്ഷണക്രമം, വ്യായാമശീലങ്ങൾ, മൊത്തത്തിലുള്ള ജീവിതശൈലി എന്നിവയെല്ലാം ഭാരം കുറയ്ക്കാനുള്ള ശ്രമത്തിൽ നിർണായകമാണ്. പലർക്കും പെട്ടെന്നുള്ള മാറ്റങ്ങൾ ശരീരത്തിൽ ഉണ്ടായിക്കാണാനാണ് ആഗ്രഹം. എന്നാൽ ആരോഗ്യകരമായ ഭാരം കുറയ്ക്കൽ വളരെ ക്രമമായ സമയമെടുത്ത് നടക്കുന്ന കാര്യമാണ്. നാം കഴിക്കുന്ന കാലറിയും കത്തിച്ച് കളയുന്ന കാലറിയും തമ്മിലുള്ള അന്തരമാണ് ഭാരം കുറയ്ക്കൽ ശ്രമങ്ങളുടെ കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്നത്. അതായത് നാം കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ കാലറി കത്തിച്ച് കളഞ്ഞാൽ മാത്രമേ ഭാരം കുറയ്ക്കൽ സാധ്യമാകൂ. 3500 കാലറിയുടെ കുറവ് 0.45 കിലോഗ്രാം ഭാരം കുറയ്ക്കാൻ സഹായിക്കുമെന്ന് ഇന്റർനാഷണൽ ജേണൽ ഓഫ് ഒബിസിറ്റിയിൽ പ്രസിദ്ധീകരിച്ച പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. ഒരാഴ്ചയിൽ 0.45 കിലോഗ്രാം ഭാരം കുറയ്ക്കണമെങ്കിൽ ഭക്ഷണക്രമത്തിലൂടെയും വ്യായാമത്തിലൂടെയും ദിവസവും 500 കാലറിയുടെ അന്തരം വരുത്തുക. പലർക്കും സുരക്ഷിതവും സുസ്ഥിരവുമെന്ന് പറയാവുന്ന ഭാരം കുറയ്ക്കൽ നിരക്ക് ആഴ്ചയിൽ 1/2 മുതൽ 1 കിലോഗ്രാം വരെയാണ്. ഈ നിരക്കിൽ തന്നെ ശരീരത്തിൽ പ്രകടമായ മാറ്റങ്ങൾ ദൃശ്യമാകും. ആദ്യമൊക്കെ ശരീരത്തിലെ ജലാംശം കുറയുന്നത് മൂലം വേഗത്തിൽ ഭാരം കുറയുന്നതായി തോന്നാം. പക്ഷേ ഇത് താൽക്കാലികം മാത്രമാണ്. ഭാരം കുറയലിനെ സ്വാധീനിക്കുന്ന മറ്റു ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഭക്ഷണക്രമം. പഴങ്ങൾ, പച്ചക്കറികൾ, ലീൻ പ്രോട്ടീനുകൾ, ഹോൾ ഗ്രെയിനുകൾ എന്നിവയെല്ലാം അടങ്ങിയിരിക്കുന്ന ഭക്ഷണക്രമം ഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നു. കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ വിശപ്പ് കുറയ്ക്കുകയും വേഗത്തിലുള്ള ഭാരം കുറയ്ക്കലിനെ സഹായിക്കുകയും ചെയ്യും. 2. വ്യായാമം. നിത്യവുമുള്ള വ്യായാമം ഭാരം കുറയ്ക്കാൻ അത്യാവശ്യമാണ്. നടത്തം, ഓട്ടം, സൈക്ലിംഗ് പോലുള്ള കാർഡിയോ വ്യായാമത്തിനൊപ്പം ഭാരം ഉയർത്തുന്നത് പോലുള്ള സ്ട്രെങ്ത് ട്രെയിനിങ് വ്യായാമങ്ങളും ചെയ്യുന്നത് പേശികളുടെ ഘനം നിലനിർത്തിക്കൊണ്ട് തന്നെ ഭാരം കുറയ്ക്കും. ആഴ്ചയിൽ കുറഞ്ഞത് 150 മിനിറ്റ് മിതമായ വ്യായാമങ്ങളോ 75 മിനിറ്റ് ഹൈ ഇൻറ്റൻസിറ്റി വ്യായാമങ്ങളോ ചെയ്യുന്നതാണ് വെയിറ്റ് കുറയ്ക്കുന്നതിന് ഉത്തമം. സുസ്ഥിരതയും ക്ഷമയും. അതിതീവ്രമായ വർക്കൗട്ടും ചില ക്രാഷ് ഡയറ്റുകളും പെട്ടെന്നുള്ള ഭാരം കുറയ്ക്കൽ സാധ്യമാക്കിയേക്കും. എന്നാൽ അവ സുസ്ഥിരമല്ല. ഭാരം വീണ്ടും തിരികെ വരാനും ഇവ കാരണമാകാം. ക്ഷമയോടെ ദീർഘകാലം എടുത്തു വേണം സുസ്ഥിരമായ ഭാരം കുറയ്ക്കൽ സാധ്യമാക്കാൻ.